ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് മുളകിട്ട് വറ്റിച്ച നല്ല അടിപൊളി കരിമീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെറിയ ടൈം സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത്. ഞാനിതാ ഇപ്പം 3 കരിമീൻ എടുത്തിട്ട് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ പുളി ഉണ്ടല്ലോ, നാടൻ പുളി, അത്, പിന്നെ ഇതാ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉലുവയുണ്ടല്ലോ, ഉലുവയും വെളിച്ചെണ്ണയും കൂടെ വേണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിതാ ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ കട്ടാക്കി വെച്ച ഒരു ഉള്ളീൻ്റെ പകുതി ചെറുതായി കട്ടാക്കിയതും, അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനേക്കാൾ നല്ലത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചതക്കി ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഇനി ഇതാ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും ഇട്ടിട്ട് നമുക്ക് ഈ പൊടീൻ്റെയൊക്കെ സ്മെല്ല് പോകുന്നത് വരെ ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം ഇതൊന്നിങ്ങനെ ഒരു 3-4 സെക്കൻഡ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇതാ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പുളിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതാ മീനിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് വെള്ളം വേണം കേട്ടോ. അതായത് മീൻ അതിൽ മുങ്ങിക്കിടക്കണം, കാരണം അതിൻ്റെ അരപ്പൊക്കെ ഈ മീനിലോട്ട് നന്നായിട്ട് പിടിക്കണം. ഇനി വെള്ളം നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചോട്ടോ, എന്നിട്ട് പിന്നെ ലാസ്റ്റ് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നിട്ട് ഒരു 4 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലും വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് ഇതാ ഇങ്ങനെയൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും മറക്കരുത്, തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങളുടെ 2-3 ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.